ഓഫർ ലെറ്റർ കണ്ടു. മെയിൻലി ജസ്റ്റ് ലൈക്ക് ഫോൺ അവിടെ വെച്ചു. എന്തായിരുന്നു ഇത്രയും കാലം എന്നുള്ളതൊന്ന് റിവൈൻഡ് ചെയ്യിപ്പിച്ചു ആലോചിച്ചു. ഡ്രീമായിരുന്നു IT ജോബ് ഒരു നല്ല കമ്പനി MNC കമ്പനിയിൽ കിട്ടുക എന്ന് പറയുന്നത്. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. ഓട്ടോമാറ്റിക്കലി ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ്. ഡിഗ്രി കഴിഞ്ഞിട്ട് കുറേ ട്രൈ ചെയ്തു. MNC കമ്പനീസ് 2-3 അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂസ് കിട്ടാണ്ടായി. ഭയങ്കര ഡിപ്രഷനായിരുന്നു. കിട്ടിയില്ല. എന്താണ് ചേച്ചി പറയും IT കമ്പനിയിൽ ജോലി കിട്ടാതെ അതിന് ഡിപ്രഷൻ അടിച്ച് മരിച്ചു പോയിട്ടില്ല എന്നൊന്നും. ചേച്ചിയാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവളാണ് നീ ചെയ്ത് നിനക്ക് പറ്റും എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ട അവളാണ്. ഡെവലപ്പിംഗ് ആണ് എനിക്കിഷ്ടം. ഡെവലപ്പർ കോഡിംഗ് ആണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും മേൺസ്റ്റാക്ക് ഡെവലപ്പറിന് വേണ്ടി കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ എൻക്വയറീസൊക്കെ നടത്തി ഇവിടെ വന്നു. ക്യാമറയിൽ വന്നു. പഠിക്കാനായിട്ട് വരികയാണ്. മൈൻഡ് സെറ്റിലാണ് വരുന്നത്. നന്നായിട്ട് ഒരു ജോലി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി കിട്ടണവരെ ഓരോരുത്തർക്കും ഓരോ സ്ട്രഗ്ലിംഗ് ആണ്. എനിക്ക് ഇതായിരുന്നു എൻ്റെ സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. ജോബും കോഴ്സും അറ്റ് ടൈമിൽ രണ്ടും ഒപ്പം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരാൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ പേടിയാണ്. എനിക്ക് എന്നെ ഇംഗ്ലീഷിൽ പറയാൻ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടായിരുന്നു. നീ ട്രൈ ചെയ്യ്, ഷെറോണ മാം ആയതും ട്രൈ ചെയ്യ്, എല്ലാത്തിനും അപ്ലൈ ചെയ്തിട്. പക്ഷേ എനിക്കൊരു സ്റ്റാർട്ടപ്പിൽ കയറാനല്ല, അതിനേക്കാൾ കൂടുതൽ താല്പര്യം ഒരു MNC തന്നെ ആദ്യം കയറാനായിരുന്നു. കോഴ്സ് കഴിഞ്ഞൊരു 3-4 മന്ത്സ് കഴിഞ്ഞിട്ടാണ് കോഗ്നിസന്റിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. കോൺഫിഡൻസ് അറ്റ് പീക്കായിരുന്നു. കിട്ടില്ല എന്നല്ലായിരുന്നു, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് വാസ് ടു ഗുഡ്. കോഗ്നിസന്റിൽ കിട്ടിയപ്പോൾ കിട്ടിയതിനേക്കാൾ പ്രൗഡ് കമ്മ്യൂണിക്കേഷൻ റൗണ്ട് പാസ്സായതായിരുന്നു. എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ക്യാമറയിൽ. 10th വരെയൊക്കെ ലൈക്ക് അത്രയൊന്നും പഠിക്കില്ലായിരുന്നു. സീരിയസ്ലി പറഞ്ഞാൽ പഠിക്കില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഫുൾ A+ കൊണ്ടൊന്നും കിട്ടാനില്ല. എന്തിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സാധനം നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കിട്ടും. അതിന് മാർക്കോ ഫുൾ A+ അതൊന്നും കാര്യമല്ല. എനിക്ക് ഇത്രയും ഏജിൽ 21 ഇയേഴ്സായി. എനിക്ക് ആ ഏജിൽ ഒരു MNC കമ്പനിയിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഈസി അല്ല. സോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും കിട്ടും. അത് തെളിയിച്ചാണ് കോഗ്നിസന്റ്.